പുതിയ വിദ്യാർത്ഥിയെ സ്വാഗതം. പ്രൊഫസറായിട്ട് മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ബൈ ഓൺ ടിപ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒക്കെ സ്റ്റോക്ക് താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ വാങ്ങിക്കുമ്പോൾ എപ്പോഴും താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ പലപ്പോഴും പല ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സും കൊടുക്കുന്ന ഒരു ഇതാണ് ബൈ ഓൺ ടിപ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബൈ ഓൺ ടിപ്സ് എപ്പോഴൊക്കെയാണ് വർക്ക് ആവുന്നത്, അഥവാ ഇത് എപ്പോഴും എല്ലാ കാലത്തും എല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജി ആണോ, അഥവാ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഈ ബയോൺ ടിപ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബയോൺ ടിപ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒന്ന്, ഒരാളൊരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോൾ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ 3000 രൂപ എന്നിരിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ 3000 രൂപ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ട് മുകളിലേക്ക് പോയിട്ട് 3000 രൂപ എന്ന് കരുതുക. അപ്പോൾ ഒരു ബയോൺ ടിപ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ദിവസം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഒരു കറക്ഷൻ പോലെയോ F&O കറക്ഷനോ ഒക്കെ ആയിട്ട് ഒരു 100 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ബയോൺ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. ടെക്നിക്കൽ ചാർട്ട്സ് ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓൾറെഡി നമ്മുടെ അടുത്ത് ഒരു പൊസിഷൻ ഉണ്ടാകും, വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാകും. അപ്പോൾ വാങ്ങിച്ചു വെച്ചതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പിരമിഡിങ് ഒക്കെ പോലെ നിങ്ങൾക്ക് രണ്ടാമത് ഇനിയിപ്പം അതിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ ഫണ്ട് ആഡ് ചെയ്യണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി ചാടണമെന്നല്ല പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു നിലവാരത്തിൽ നിന്നും വില നിലവാരത്തിൽ നിന്നും ഒരു ഇത്തിരി താഴേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ബൈ ഓൺ ടിപ്സ് താഴേക്ക് വന്ന ആ ഒരു നിലവാരത്തിൽ നമ്മൾ വാങ്ങിച്ചാൽ വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ നല്ല ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവറേജിങ് പോലെയാണ്. അതായത് നമ്മൾ വാങ്ങിച്ചു വെച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആവറേജ് ചെയ്ത് പോകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇത്. അപ്പോൾ ഈ ഒരു 3 അവസ്ഥകളാണ് സത്യത്തിൽ ഈ ബയോൺ ടിപ്സ് എന്ന് പറയുന്ന ഈ ഒരു മൊത്തത്തിൽ താഴേക്ക് വരുമ്പോൾ വാങ്ങിക്കുക എന്ന് പറയുന്ന ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിൽ വെക്കാനുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ളതിൻ്റെ അകത്ത് നമ്മൾ ചാടിക്കയറി നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് കാലം മുമ്പ് നമ്മുടെ ആവറേജിങ്ങിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാലം മുമ്പല്ല, എനിക്ക് തോന്നുന്നു 1-2 വർഷങ്ങൾക്ക് മുമ്പാണ്. ആവറേജ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും താഴേക്ക് വില പോകുമ്പോൾ നമ്മൾ ആവറേജ് ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഇത് ഏകദേശം അതേപോലെ തന്നെയാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. ഒന്നാമത്തെ കാര്യം, ബൈ ഓൺ ടിപ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു സ്റ്റോക്കിൻ്റെ മുകളിൽ നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, ഒരു പൊസിഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, പൊസിഷൻ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം എന്തിനു വേണ്ടി എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് ഭാവിയിലേക്ക് വളരെയധികം പ്രോസ്പെക്റ്റീവായിട്ട് നിങ്ങൾ കാണുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ വഴിയെ പോയി ആരെങ്കിലും പറഞ്ഞതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് ഒരു 5000 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണോ, എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കണം. അപ്പോൾ ഈ ഒരു ഓർഡർ സൈസിൻ്റെ മുകളിൽ മാത്രം ഓൾറെഡി ഇപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടോ, അപ്പം ഇനി നമ്മൾ ഒരു മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരെണ്ണത്തിൻ്റെ അകത്ത് മുകളിൽ കയറിയപ്പം അതിൻ്റെ ഏറ്റവും പീക്കിൽ കയറിയിട്ടാണോ പിടിക്കാൻ പോകുന്നത്, ഈ ഒരു കാര്യം നിങ്ങൾ എന്തിനു വേണ്ടി അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യാൻ പോകുന്നു, അഥവാ എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അക്കാര്യമാണ് നിങ്ങൾ ആദ്യമായിട്ട് ആലോചിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ബൈ ഓൺ ഡിപ്സ് എന്ന് പറയുമ്പോഴും ഈ ഡിപ്പിൽ ഒരു കുറച്ച് വില നിലവാരത്തിൽ 3000 രൂപ ഇരിക്കുന്ന ഒരു സ്റ്റോക്കാണെങ്കിൽ അതൊരു ഇത്തിരി 2850 എത്തിക്കഴിഞ്ഞാലും നിങ്ങളതൊന്ന് ഫണ്ടമെൻറ്റൽസ് ഒന്ന് അനലൈസ് ചെയ്യുക, വാല്യൂഷൻ പാർട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. 2850 എന്ന് പറയുന്നത് അതും ഇപ്പം വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് ആണോ, അഥവാ ഇനി താഴേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ടോ? ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഫണ്ടമെൻറ്റൽസ് നോക്കുക, റേഷ്യോസ് നോക്കുക, കൂടാതെ നിങ്ങൾ ടെക്നിക്കൽസ് നോക്കുന്നതിൻ്റെ അകത്ത് വലിയ തെറ്റില്ല. ഉടനെ തന്നെ ഭാവിയിലൊരു ബെയറിഷ് ട്രെൻഡാണ്, അപ്പോൾ അതുകൊണ്ട് ബെയറിഷ് ട്രെൻഡിൻ്റെ ഒരു ഇടയ്ക്ക് വെച്ച് കയറുന്നേക്കാളും നല്ലത് എപ്പോഴും അതിൻ്റെ അകത്തൊരു താഴെത്തത് കയറുന്നതായിരിക്കും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്താണ്, എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഫണ്ടമെൻറ്റൽസിനെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് താഴേക്ക് വന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിൽ വെക്കണം, അഥവാ എന്തുകൊണ്ടാണ് താഴേക്ക് വരുന്നത് എന്നുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 2008 കാലഘട്ടങ്ങളിലൊക്കെ യൂണിടെക് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 10 രൂപ 15 രൂപ വിലനിലവാരത്തിലൊക്കെ ഉള്ളൂ. അന്നത്തെ കാലത്ത് അത് 2008 കാലഘട്ടങ്ങളിൽ 500 ചില്ലുവാനും രൂപയിലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതൊരു സ്റ്റീപ്പ് ഫോൾ ആയിരുന്നു ഇങ്ങോട്ട്. അത് ഫണ്ടമെൻറ്റൽസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് താഴേക്ക് വന്നത്. അതായത് ഫേവറബിൾ അല്ലാത്ത മാർക്കറ്റ് കണ്ടീഷൻ മാത്രമല്ലായിരുന്നു പ്രശ്നം, വളരെയധികം അലിഗേഷൻസ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ ഈ താഴത്തേക്ക് വരുന്ന ഒന്നും കൂടി നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇത് നിങ്ങൾ ആവറേജ് ചെയ്യുമ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് താഴേക്ക് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാരണമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പൊസിഷൻ സൈസിങ്ങും ഫണ്ട് എത്ര ഉണ്ടെന്നുള്ളതാണ്. കാരണം നിങ്ങൾ ബൈ ഓൺ ഡിപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഡിപ്പ് വരുമ്പോഴൊക്കെ നിങ്ങൾ അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഈ ഒരു സ്റ്റോക്കിന് മാത്രമായിട്ട് ഒരു ഇൽ പ്രപ്പോർഷൻഡ് ആയിട്ട് പൊസിഷൻ ഒരു ഔട്ട് ഓഫ് പ്രപ്പോർഷൻ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളൊരു വാങ്ങിച്ചു വെച്ചൊരു സ്റ്റോക്ക് ഉണ്ട്, അപ്പോൾ അത് ഭയങ്കര നല്ലതാണെന്ന് എല്ലാവരും കൂടെ ഇരുന്ന് പറയുന്നു, അല്ലെങ്കിൽ അത് വാങ്ങിച്ചതിനേക്കാളും വില കുറഞ്ഞു പോകുന്നു. അതുകൊണ്ട് എപ്പോഴും ബൈ ഓൺ ഡിപ്പ് താഴേക്ക് വരുമ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നു, ഒന്നുകിൽ ആവറേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ പൊസിഷൻ നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു.
അതിൻ്റെ പ്രകാരം നിങ്ങൾക്ക് ആകെ 1 ലക്ഷം രൂപ ഫണ്ടുണ്ട്, ഇത് വളരെ നല്ലതാണെന്ന് പറഞ്ഞ് നിങ്ങൾ പൊസിഷൻ കൂട്ടി ഇരുന്നിട്ട് അവസാനം 60,000 രൂപ കൂടി ഈ ഒരു ഒറ്റ സ്റ്റോക്കിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പൊസിഷൻ സൈസിങ് നിങ്ങൾക്ക് കറക്റ്റാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളൊരു റിസ്ക് പ്രൊഫൈലിൽ നിങ്ങൾ മാറിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ളതും കൂടി സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ബൈ ഓൺ ടിപ്സ് എന്ന് പറഞ്ഞ് എപ്പോഴൊക്കെ താഴേക്ക് വരുന്നു അപ്പോഴെല്ലാം ചാടി കയറി വാങ്ങിക്കുക എന്നുള്ളത് മാത്രം ആകരുത് നിങ്ങളുടെ ഒരു ലക്ഷ്യം. പിന്നെ ബൈ ഓൺ ടിപ്സ് എന്ന് പറയുന്ന ഒരു മന്ത്രം മനസ്സിൽ വെക്കുന്നവർക്ക് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പലപ്പോഴും റിസ്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ റിസ്കിൻ്റെ മുകളിലൊരു ഒബ്ജക്റ്റീവ് തന്നെ മാറിപ്പോകും. നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡറേറ്റ് റിസ്കിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ബൈ ഓൺ ടിപ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ പലപ്പോഴും എപ്പോഴും ഡിപ്പ് വരുമ്പോഴൊക്കെ നിങ്ങൾ ബൈ ചെയ്യുമ്പം ഈ ഇൻപ്രപ്പോർഷൻഡ് ആയിട്ട് പോകുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ പലപ്പോഴും ഒരു സ്റ്റോക്കിൻ്റെ മുകളിലൊരു ഡിപ്പെൻഡൻസി കൂടിയിട്ട് ഒരു റിസ്കി കാറ്റഗറിയിലേക്ക് മാറിപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട്. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ടൈമിംഗ് ആണ്. താഴേക്ക് വന്നു എന്നത് മാത്രം വാങ്ങിക്കാനുള്ളൊരു കാരണമല്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂസ് മൊത്തം ബാധിക്കുന്ന ഒരു ന്യൂസ്, ലോകത്തെ ബാധിക്കുന്ന ഒരു കാര്യം, മാർക്കറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യം, അതുകൊണ്ട് മൊത്തം സ്റ്റോക്കുകളും താഴേക്ക് വരുന്നു, ഇനിയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങളിത് താഴേക്ക് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഒത്തിരി താഴേക്ക് വന്നു, അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി വാങ്ങിക്കാമെന്ന് പറയുന്നതിൻ്റെ അകത്ത് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ടൈമിങ്ങും മാർക്കറ്റ് സെൻറ്റിമെൻറ്റും ആണ് നാലാമത്തെ കാര്യം. അത് ഫേവറബിൾ ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ക്ഷമ ആട്ടും സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന് പറയുന്ന പോലെ തന്നെ ക്ഷമയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനാണെങ്കിൽ ശരി, ബൈ ചെയ്യാനാണെങ്കിൽ ശരി, ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ കഷ്ടപ്പാടുകളൊന്നും ഇല്ലാണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലാഭകരമാക്കി മാറ്റാൻ പലപ്പോഴും കഴിയും. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്, ബൈ ഓൺ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോകുമ്പോൾ ഞാൻ വാങ്ങിക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിപ്പ് വരുന്നതിൻ്റെ, നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പ് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും ഫോൾസ് ഡിപ്സ് ഒക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫണ്ടമെൻ്റൽസും നേരത്തെ പറഞ്ഞ പോലെ മോശമായതുകൊണ്ടാകാൻ വഴിയില്ല. ചിലപ്പം ചിലതൊരു ഫ്ലക്ച്വേഷൻസ് ആകാം, അതേസമയം ചിലതൊക്കെ ഒരു കറക്ഷൻ്റെ ഒരു തുടക്കമാകാം. ഫണ്ടമെൻ്റൽസ് മാറിയത് കൊണ്ടൊന്നുമല്ല, ചിലപ്പോൾ ഒരു ക്വാർട്ടറിൻ്റെ റിസൾട്ട് നല്ലതല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചിലപ്പം ഒരു ചെറിയൊരു കറക്ഷൻ, ഒരു 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കറക്ഷനിലേക്ക് ചിലപ്പോൾ പോയേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രൈസ് മൂവ്മെൻറ്റ് നിങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾ എൻട്രി എടുക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് നിങ്ങളൊരു ഷോർട്ട് ടേം ഇൻവെസ്റ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾ ടെക്നിക്കൽസിൻ്റെ മുകളിൽ കുറച്ചും കൂടി നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എൻട്രി ലെവൽ എടുക്കുമ്പോൾ. അതേസമയം നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. നിങ്ങൾ ടെക്നിക്കൽസിന് മുകളിൽ കാര്യമായിട്ട് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ചെറിയൊരു ഹയർ പ്രൈസിന് നിങ്ങൾ എൻട്രി ചെയ്താൽ പോലും അത് നിങ്ങൾക്കൊരു 1 ഇയർ പീരീഡ് എന്നൊക്കെ പറയുമ്പോഴത്തേനും അതിനുള്ളിൽ മിക്കവാറും അത് കറക്റ്റ് ചെയ്ത് പോകാനാണ് വഴിയുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ബൈ ഓൺ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലും അതേപോലെ തന്നെ ടെലിവിഷൻ ചാനലുകളിലും ഒക്കെ എക്സ്പേർട്സ് വന്ന് പറയുമ്പോൾ നിങ്ങൾ ചാടിക്കയറി, എപ്പോഴും ഡിപ്പ് ഉണ്ടാകുമ്പോൾ ചാടിക്കയറി വാങ്ങിക്കാണ്ടിരിക്കുക. നിങ്ങൾ ആ സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുക. ഈ പറഞ്ഞ പാരാമീറ്റേഴ്സൊക്കെ വെച്ചിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ എൻറ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഇതോട് ഈ ഒരു അധ്യായം അവസാനിക്കാൻ മറ്റൊരു തെളിവ് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.